അപ്പോൾ ആദ്യം നമുക്കൊരു ആർമർ സ്റ്റാൻഡ് വേണം. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതൊന്ന് റീനെയിം ചെയ്യണം. ആൻവിൽ ഇവിടെ ആൻവില്ലിൽ ഇട്ടിട്ട് റീനെയിം ചെയ്യുന്നുണ്ട്. കീബോർഡ് ഓപ്പൺ ആക്കി. കീബോർഡ് ഓപ്പൺ ആയി. ഓക്കെ, കീബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ക്യൂഫി കം ഫാസ്റ്റ് സെറ്റ്. ക്യൂഫി കം ആർമർ സ്റ്റാൻഡ്. ഷെടാ, ഞാൻ അപ്പുറത്തല്ല എടുക്കണ്ടേ. ഇതൊരു ക്യൂഫി കം ഫാസ്റ്റ്. ഓക്കെ, അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഷെൽഫ് വേണം. എന്തൊക്കെയാ ഷെൽഫിന് നമുക്ക് 6 സ്ട്രിപ്പ്ഡ് ലോഗ് വേണം. ഓക്കെ, നമ്മുടെ വുഡ് ഫാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സെറ്റ് ചെയ്ത് ആൻഡ് സ്റ്റിക്ക് വെക്കട്ടെ. സ്പേസ് ഇല്ല. ഓക്കെ, ഈ ലോഗോ ഒന്ന് സ്ട്രിപ്പ് ചെയ്യട്ടെ. സ്ട്രിപ്പ് ചെയ്തിട്ട് ഓക്കെ, 6 സ്ട്രിപ്പ്ഡ് ലോഗും സെറ്റ് ആയിട്ടുണ്ട്. ഇനി പോയി ഷെൽഫ് ഒന്ന് ക്രിയേറ്റ് ചെയ്യട്ടെ. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ഷെൽഫ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഷെൽഫ് ക്രിയേറ്റ് ചെയ്തത് മാത്രം മതി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സ്ട്രിപ്പ്ഡ് ലോഗ് എടുത്തിട്ട് ഓക്കെ, 3 മുകളിൽ 3 താഴെ. 6 ഷെൽഫ് സെറ്റ്. അതും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സ്മോളിലൊന്ന് പോയി വെക്കട്ടെ. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ബൈ ദ വേ, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലല്ലേ. ഇത് നമ്മുടെ ക്യൂഫിയുടെ ക്യൂ ആണ്. ബൈ ദ വേ, നമ്മുടെ ടീം മെമ്പർ ആയിട്ടുള്ള ഒരാളുണ്ട്, ക്യൂഫി എന്ന് പറഞ്ഞിട്ടുള്ളത്. മുമ്പത്തെ വീഡിയോ ഒക്കെ നോക്കിയാൽ അറിയാം. അവന് എന്തോ പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായിട്ട് സെർവറിൽ നിന്ന് തന്നെ ഇറങ്ങി. സെർവറിൽ നിന്നല്ല, മൈൻക്രാഫ്റ്റ് നിർത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇഷ്യൂ നമ്മോട് കറക്റ്റ് പറഞ്ഞില്ല. അതൊന്നും നമുക്ക് വിഷയമല്ല. ഏതായാലും ടെമ്പററി ആയിട്ട് നിർത്തിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. ആൻഡ് ഇത് നമുക്ക് സ്പോണിൽ പോയിട്ട് വെക്കാം. അവൻ 2 ദിവസം ഓഫ്ലൈൻ ആയിരുന്നു. ഇന്ന് കയറിയ ഉടനെ തന്നെ വന്നിട്ട് അവൻ്റെ ടൂൾസും ലൂട്ടും കാര്യങ്ങളൊക്കെ തന്നു. എൻ്റെ കൂട്ടത്തിൽ കിട്ടിയതാണ് ഈ ആർമർ. ഇവന്മാരെ കൊണ്ട് ഒന്ന് വീഡിയോ ഇടാൻ നോക്കുമ്പോൾ കാണാം. വാടാ ദേഷ്യം മുഴുവൻ കൊണ്ടുപോയി തീർക്കട്ടെ. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞിട്ട് സാധനമൊക്കെ ലൂട്ടൊക്കെ തന്നു. കുറച്ച് സംസാരിച്ച് അപ്പന്നെ പോയി. സെർവറൊക്കെ ചുറ്റി കണ്ടിട്ട് അപ്പന്നെ പോയതാണ്. പെട്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ എല്ലാവരും ഷോക്കായി പോയി. ഞാൻ ടീം മെമ്പേഴ്സ് മാത്രമല്ല, അഡ്മിൻസ് അടക്കി ഷോക്കായി. ഇപ്പം പെട്ടെന്ന് കണ്ട് നല്ല രീതിക്ക് കളിച്ചു പോകല്ലേ. ഓക്കെ, നമ്മളിനി ഇതിപ്പോൾ പെട്ടെന്ന് കാണുന്ന രീതിക്ക് സെറ്റ് ചെയ്യണം. ഇവിടെ നടുവ് വെക്കണോ അതോ ഇവിടെ വെക്കണോ? നടുവെക്കണേക്കാണെന്നല്ലേ. നടുവിൽ വെക്കാൻ ഐ തിങ്ക് സ്പോൺ പ്രൂഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. സീൻ എന്ത് ചെയ്യും? സ്റ്റീവിൻ്റെ ഹീറോ ബ്രീൻ്റെ ബ്ലോക്കൊന്നും പൊട്ടിക്കാനില്ല. ഹീറോ ബ്രീൻ്റെ അടി വെക്കാൻ കഴിയുമോ? ഇവിടെ ഇവിടൊക്കെ ഈ ചങ്ക തന്നെ സെറ്റ് ചെയ്തതാണ്. മുകളിൽ സെറ്റ് ചെയ്യാൻ കഴിയുമോ? മുകളാകുമ്പോൾ പെട്ടെന്ന് കണ്ടോളും. ഇവിടെ ഒരു ബ്ലോക്ക് പൊട്ടിക്കാനും കഴിയുന്നില്ല, വെക്കാനും കഴിയുന്നില്ല. സാരമില്ല, നമുക്ക് നമ്മളെ ബേസിൽ കൊണ്ടുപോയേക്കാം. അവൻ ഇനി കയറുമ്പം അവനെടുത്തോട്ടെ. ആൻഡ് താങ്ക് യു ഫോർ ദ സപ്പോർട്ടിങ് ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിരുന്നു FPS ഡ്രോപ്പ് ആവുന്നതിനെ പറ്റി സൊല്യൂഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ കുറേയൊക്കെ FPS ചെയ്യാൻ ബൂസ്റ്റായിട്ട് കിട്ടി. 2-3 ബ്രോ പറഞ്ഞിട്ട് താങ്ക് യു ഫോർ ഓൾ
ഗൈസ് ആൻഡ് കീപ് ഗോയിങ് ഗൈസ്, കീപ് സപ്പോർട്ടിങ്. നൈറ്റ് ആയിട്ടുണ്ടല്ലോ. ആൻഡ് ഇതിപ്പം നമ്മളെ ഇവിടെ വെക്കാം, ഫൗണ്ടൻ്റെ മുമ്പിൽ. ഇവിടെ സിമിട്രി ആയിട്ട് വെക്കാൻ കഴിയുന്നില്ല, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പോവും. ആൻഡ് ഇവൻ്റെ ആർമർ, ക്യൂഫിയുടെ ആർമറൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. ഒക്കെ എടുത്തിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആർമറും സ്വാഡ് തന്നില്ല എന്ന് തോന്നുന്നു. എൻ്റെ അങ്ങനെ മിസ്സായതാണോ? അല്ല എൻ്റെ മിസ്സാവുക, കാരണം അവൻ ഇറങ്ങിയ ഉടനെ ഞാനും ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒരു പിക്കാക്സും കൂടി ഉണ്ടല്ലോ. അവിടെ അതും ഞാനങ്ങ് ക്ലിക്ക് ചെയ്താൽ വരും. നമ്മൾ നെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കുമ്പം ആർമർ സ്റ്റാൻഡിൻ്റെ മുകളിൽ നമ്മൾ നെയിം കാണുമല്ലോ. സാറില്ല ശരിയല്ല. ഇത് ആരും തൊടരുത്, ഇത്ര എനിക്ക് പറയാനുള്ളൂ. ആരും തൊടാൻ വരരുത്. ആൻഡ് നമ്മളെ ടൂൾസും കാര്യങ്ങളും ഒക്കെ ഷെൽഫ് വെക്കാം. ഓക്കെ, ഷെൽഫിന് സ്ലാബ് വെക്കാം. സ്ലാബിൻ്റെ മുകളിൽ കൂടെ ഷെൽഫ് വെക്കാം. ഓക്കെ ഡൺ. ഓക്കെ, ഇവിടെ നമുക്ക് സ്ലാബ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഷെൽഫ് വെക്കുക. സത്യം പറഞ്ഞാൽ ഷെൽഫ് ഏടാക്കിന് ശേഷം ഇത് ഇപ്പോഴാണ് യൂസ് ആവുന്നത്. ഇവിടെ വെക്കണം, വേണ്ട ഇവിടെ മാത്രം മതി, ഇവിടെ വേണ്ട. ഓക്കെ, ഇതിൽ തന്നെ ആ 2 ടൂൾസ് അല്ലേ ഉള്ളൂ. ആക്സ് ഇവിടെ, പിക്കാക്സ് ഇവിടെ, അതും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഔട്ട്രോ ക്യൂഫിയുടെ കൂടെ അല്ല, വിർച്വൽ ക്യൂഫിയുടെ കൂടെ എന്ന് പറയാം. ഓക്കെ, ഏതായാലും ആ ക്യൂവിൻ്റെ ബാനർ അവൻ പൊട്ടിക്കാൻ പറഞ്ഞു. ക്യൂ മാത്രം പോരാ, QRC വേണമെന്നൊക്കെ. പക്ഷെ നമ്മളെ പൊട്ടിക്കുന്നില്ല ഗൈസ്, അവിടെ വെക്കട്ടെ. ഗൈസ്, ഹോപ്പ് യു ഗോയിങ് വെൽ. ബൈ ഗൈസ്.